ഇടുക്കി പൈനാവിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന അന്നക്കുട്ടി തമ്പി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മരുമകൻ സന്തോഷാണ് അന്നക്കുട്ടിക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. അന്നക്കുട്ടിയുടെ ചെറുമക്കളെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. സന്തോഷ് പോലീസ് കസ്റ്റഡിയിലാണ്. വിശദാംശങ്ങൾ ആൽവിൻ തോമസ് നൽകും. ആൽവിൻ, എപ്പോഴായിരുന്നു മരണം? എന്താണ് മറ്റു വിവരങ്ങൾ? ഈ മാസം 5-ാം തീയതിയാണ് പൈനാവിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കുടുംബ തർക്കത്തെ തുടർന്നാണ് പ്രതിയായ സന്തോഷ് എന്നയാൾ ഭാര്യയുടെ മാതാവിനെയും അതോടൊപ്പം തന്നെ സഹോദരൻ്റെ കുട്ടിക്ക് നേരെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നൊരു സംഭവം ഉണ്ടായത്. 2 വയസ്സുകാരിയും അതോടൊപ്പം തന്നെ ഇന്ന് മരിച്ച അന്നക്കുട്ടിയുമാണ് പൊള്ളലേറ്റ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഗുരുതരമായി പൊള്ളലേറ്റ അന്നക്കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇന്ന് രാവിലെയാണ് അന്നക്കുട്ടിയുടെ മരണമുണ്ടായത്. ഏതാണ്ട് 40% അന്നക്കുട്ടിക്ക് പൊള്ളലേറ്റിരുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇതേ തുടർന്ന് വിദഗ്ധ ചികിത്സ നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇയാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇവർക്കെതിരെ ആക്രമണം നടത്തി പിന്നീട് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരാഴ്ച മുമ്പ് വീണ്ടും ഈ പൈനാവിലെ സ്ഥലത്തെത്തി ഈ ഭാര്യ മാതാവ് താമസിച്ചിരുന്ന വീടും സഹോദരൻ താമസിച്ചിരുന്ന വീട്ടിലും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നൊരു സംഭവമുണ്ടായി. പുലർച്ചെയാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പക്ഷേ അവിടെ നിന്ന് അന്ന് അയാൾ വീണ്ടും മുങ്ങിയെങ്കിലും അന്ന് വൈകുന്നേരം തന്നെയാണ് ഇയാളെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തമിഴ്നാട് അതിർത്തിയായ ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളുടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെയാണ് ഇന്ന് രാവിലെ ഈ അന്നമ്മയുടെ മരണവും സംഭവിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഈ പ്രതിക്കെതിരെ ചുമത്തിപ്പെട്ടുള്ള കുറ്റങ്ങൾ കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തേണ്ടി വരും. കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അന്നമ്മയുടെ സംസ്കാരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശേഷമാകും നടക്കുക എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നു. ശരി, പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അന്നക്കുട്ടിയാണ് മരിച്ചത്. മരുമകനാണ് അന്നക്കുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. മരുമകൻ സന്തോഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.